ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് 2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഷേപ്സ് ഇൻ ദ കിച്ചൺ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കിച്ചൻ്റെ പിക്ചറാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ ആർ ഓൾ ഓഫ് ദം ഓഫ് സെയിം ഷേപ്പ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കിച്ചണിൽ കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്റ്റൗ കാണുന്നുണ്ട്, അതുപോലെ പാത്രങ്ങൾ കാണുന്നുണ്ട്, കപ്പ് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അതിൽ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പ് സെയിം ആണോ? അല്ല, ഓരോ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ഡാർക്ക് കളർ. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതൊക്കെ നിങ്ങളോട് മാർക്ക് ചെയ്യാനാണ്. ഡാർക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്? നമുക്ക് ആ ഒരു സ്റ്റൗവ് അത് നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലാണല്ലേ കാണുന്നത്. അത് നമുക്ക് അതിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള കബോർഡ്സൊക്കെ എന്താണ് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. ഇതൊക്കെ നമുക്ക് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ഈ ഒരു ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ വരുന്നത് എന്തൊക്കെയാണ്? ഈ ഒരു കാര്യം നമുക്ക് പറയാം. പിന്നെ ഈ കാണുന്നതൊക്കെ അല്ലേ, ഇത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം, ഇത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആ ടിക്ക് മാർക്കാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത്. അപ്പം ട്രയാങ്കിൾ ഷേപ്പിൽ പോലെ കാണുന്നത് ഇതൊക്കെയാണ്. ഇതാണല്ലേ നമുക്ക് ഈ ഒരു കാര്യം ടിക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അങ്ങനെ ഇൻറ്റു മാർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. വാട്ട് അതർ ഷേപ്പ് ആർ ദർ. വേറെ ഏതൊക്കെ ഷേപ്പാണുള്ളത്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ രണ്ടാമത്തെ പിക്ചറിന് ഒന്നും കൂടിയും ഹൈറ്റ് കൂടുതലായിരിക്കും, ആദ്യത്തേന് വിഡ്ത്തായിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് അതിൻ്റെത്. പിന്നെ ഈ ഒരു മേലത്തെ പോർഷൻ ഇതിൽ സർക്കിളാണ്, ഇവിടെ എന്താണ് വരുന്നത്? റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സി എ മൗസ്. ഒരു മൗസിന് നോക്കാം. ഓ നോ ദ പ്ലേറ്റ്സ് ദ കപ്സ്. അപ്പോൾ ഈ മൗസ് വന്നിട്ട് നമ്മുടെ ഈ പ്ലേറ്റും കപ്പും ഒക്കെ തട്ടിയിട്ടേക്കാണ്. ദ ക്യാറ്റ് റാൻ ഔട്ട് നോയിങ് ഓവർ എവറിത്തിങ്. നമിത് ഫോളോഡ് ദ ക്യാറ്റ്. അപ്പോൾ നമിത് എന്ത് ചെയ്യാണ്? നമ്മുടെ ക്യാറ്റാണത് തട്ടിയിട്ട്. അപ്പോൾ നമിത് ക്യാറ്റിനെ വന്നിട്ട് ഫോളോ ചെയ്യാണ്. മൗസ് ആൻഡ് ക്യാറ്റ്. അപ്പോൾ ആ ഒരു പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ ഈ ക്യാറ്റ് മൗസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു ഭാഗമാണ്. വിൽ ദ ക്യാറ്റ് ക്യാച്ച് ദ മൗസ്. അപ്പോൾ ക്യാറ്റ് മൗസിനെ പിടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമിത്, നിഹാര ആൻഡ് ദയർ ഫ്രണ്ട്സ് crept through the holes like the cat did. Which shape is easier to creep through? ഏത് ഷേപ്പിൽ കൂടി ആയിരിക്കും ഈസിയർ ആയിട്ട് വരാൻ വേണ്ടി പറ്റുക? ആദ്യത്തത് ഇങ്ങനെ സർക്കിളാണ്, രണ്ടാമത്തത് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളാണ്. പിന്നെ നമുക്ക് സ്ക്വയർ ആണ് അതിൻ്റെ ഔട്ടർ പോർഷൻ വരുന്നത്. പിന്നെ ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വിച്ച് ഷേപ്പ് ഈസ് ഈസിയർ ടു ക്രീപ്പ് ത്രൂ. ഈസിയർ ആയിട്ട് വരാൻ പറ്റുന്നത് ഏതാണ്? അടുത്തത് ലെറ്റസ് അറേഞ്ച് ദ ഡിഷസ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്താലോ. സി ഹൗ നിഹാര ആൻഡ് നമിത അറേഞ്ച്ഡ് ദ ഡിഷസ്. നിഹാരയും നമിതയും ഡിഷസ് എല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇൻ യുവർ കിച്ചൺ ആൾസോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഷസ്, അറേഞ്ച് ദം ലൈക്ക് ദിസ്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാൻ ദോസ് ഓഫ് ദ സെയിം ഷേപ്പ് ടുഗദർ, സെയിം ഷേപ്പ് ഉള്ളത്. അടുത്തത് സീ ദ തിങ്സ് ഇൻ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പ്ലേറ്റ്സ് എല്ലാം സർക്കിൾസിലാണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളതൊക്കെ ട്രയാങ്കിൾസ്, ബാക്കിലിരിക്കുന്നത് റെക്റ്റാങ്കിൾ, ഇത് സ്ക്വയർ. അപ്പം അങ്ങനെയാണ് അത്. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഏത് ഷേപ്പാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? സർക്കിൾസ് ആണല്ലേ. സർക്കിൾസിൻ്റെ ഇതിൽ നമുക്ക് ടിക്ക് മാർക്ക് ഇടാം. നമ്പർ ഓഫ് ഡിഷസ് ഇൻ ദിസ് ഷേപ്പ്. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എത്ര ഡിഷസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 2 3 എഴുതാം. അടുത്തത് ട്രയാങ്കിൾ ഷേപ്പിൽ 1 2 3 4. സർക്കിളിൽ 1 2 3 4 5 6 7 8 ആണ് കേട്ടോ. ആർ ദർ എനി വിത്ത് ബോത്ത് ദീ ഷേപ്പ് ടുഗദർ. രണ്ട് ഷേപ്പായിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ പിക്ചർ ജോയിനിങ് ടു ഷേപ്സ്. ഏതെങ്കിലും, അതായത് നമ്മുടെ റെക്റ്റാങ്കിളും ട്രയാങ്കിളും അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം ജോയിൻ ചെയ്തിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അറ്റ് ദ ബേക്കറി. ആഫ്റ്റർ പ്ലേയിങ് ദേ വെൻറ്റ് ടു ദെയർ ഫാദേഴ്സ് ബേക്കറി സീ ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഫാദറിൻ്റെ ബേക്കറിയിലേക്ക് പോയി. അവിടെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ എത്ര എണ്ണമാണുള്ളത്? ആദ്യം ഇരിക്കണം നമ്മുടെ ഈ ഒരു കേക്ക്, അതുപോലെ അടിയിലിരിക്കുന്ന ബിസ്ക്കറ്റ്, ഇത് രണ്ടും റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. മുകളിൽ 12 ഉണ്ട്, അടിയിൽ 1 2 3 4 5 6 7 8, അടിയിൽ 8 ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 20 ആണ് വരിക റെക്റ്റാങ്കിൾ ഷേപ്പിൽ. അടുത്തത് നമ്മുടെ ആ ഒരു ഷേപ്പിൽ എത്ര അടിയിലിരിക്കുന്നതാണ് അല്ലേ. 1 2 3 4 5 6 7 8 9 ആണ് ആ ഒരു ഷേപ്പിലിരിക്കുന്നത്. സീ ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്, ഡ്രോ 5 മോർ ഇൻ ദ പിക്ചർ. അപ്പോൾ നമ്മൾ ആ ഒരു ഡംപ്ലിങ്സിൻ്റെ ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ 5 വരയ്ക്കുക. അപ്പോൾ ആദ്യം മേലെ കണ്ടാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 1, പിന്നെ അടിയിൽ 2, പിന്നെ 1 2 3, പിന്നെ അടിയിൽ 4 ആയി. ഇതിൻ്റെ അടിയിൽ 5 എണ്ണം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ. അപ്പോൾ ഇപ്പം എത്ര ഡംപ്ലിങ്സ് ഉണ്ട്? ഓൾറെഡി 10 ഉണ്ട്. 10ൻ്റെ കൂടെ നമ്മൾ 5 കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എത്രയായി? 15 ആയി. ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്. ഷെൽഫിൽ എത്ര കേക്ക്സ് ആണുള്ളത്? നമുക്ക് എണ്ണി നോക്കാം. കേക്ക് 1 2 3 4 5 6 7 8 9 10 11 12 ആണ് വരിക കേട്ടോ. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക് ആൻഡ് ഡംപ്ലിംഗ്. ഡംപ്ലിങ്ങിൻ്റെ അത്ര ആവണം എന്നുണ്ടെങ്കിൽ ഇനി എത്രയും കൂടി വേണം കേക്കിന്. കാരണം കേക്കിന് 12 ഉള്ളൂ, ഡംപ്ലിങ്ങിന് 15 ആണ്. അപ്പോൾ 12ൻ്റെ കൂടെ 3 ആഡ് ചെയ്താലാണ് 15 ആവുള്ളൂ. അപ്പം നമുക്ക് അവിടെ ആൻസർ എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. See the pictures Namit and Nihara have drawn using different shape. നമിത്തും നിഹാരയും പല ഷേപ്പിൽ വരച്ചിട്ടുള്ള ഒരു പിക്ചേഴ്സ് നമുക്ക് നോക്കാം. Give the same color to similar shapes and make them more beautiful. അപ്പോൾ സെയിം കളർ കൊടുക്കുക സിമിലർ ഷേപ്പിന്, എന്നിട്ട് അത് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കുക. അപ്പോൾ സിമിലർ സർക്കിൾസിനൊക്കെ ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന് നിങ്ങൾ റെഡ് കളർ കൊടുക്കാൻ നോക്കുക. പിന്നെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ ഒരു യെല്ലോ കളർ കൊടുക്കാൻ നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് ഷേപ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു മേക്ക് ഈച്ച് ഷേപ്പ്. ഓരോ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് ഫിഗർ നമ്മുടെ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അവിടെ എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 10. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് 10. ട്രയാങ്കിൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എണ്ണി നോക്കുമ്പോൾ 4 ആണ് കിട്ടുന്നത്. സർക്കിൾസിനും 4 ആണ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു ഡ്രോ ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ആദ്യത്തേത് ഒരു സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയറിന് എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യേണ്ടി വന്നു? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 9 10 11 12 ആണ് നമ്മുടെ സ്ക്വയറിന് വന്നത്. ഇനി നമ്മുടെ ട്രയാങ്കിളിന് 1 2 3 4 5 6 7 8 9 10 11 12. ട്രയാങ്കിളിനും 12. സർക്കിൾസിന് എത്ര വന്നു? 1 2 3 4 5 6 7 8 ആണ് സർക്കിൾസിന് വന്നത്. ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഇൻ ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. അപ്പോൾ ഇൻസൈഡിലെ സ്ക്വയറിൽ 4 ആണ് വരുന്നത്, ട്രയാങ്കിളിനും 4 ആണ് വരുന്നത്, സർക്കിളിനും 4 ആണ് വരുന്നത്. അടുത്തത് ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. ജോയിൻ 12 ഡോട്ട്സ്
ടു ഡ്രോ ദിസ് ഷേപ്പ്. ഡ്രോ ദിസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ 12 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് നമ്മളോട് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പല രീതിയിൽ വരച്ചു കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ടു ഡ്രോ ദിസ്, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻഡ്. അപ്പോൾ നമ്മുടെ ഒരു സ്ക്വയർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം എത്രയാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക? 4 ആണ് കേട്ടോ. ഡ്രോ ദിസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. അടുത്തത് നമ്മുടെ റെക്റ്റാങ്കിൾ ഒരെണ്ണം വരച്ചു കൊടുക്കുക, ഉള്ളിൽ 6 ഡോട്ട്സ് ആണ് പാടുള്ളൂ. ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. അപ്പോൾ ട്രയാങ്കിൾ ഒരു ഡോട്ട്സ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്? എത്ര ഡോട്ട്സ് ആണ്? 3 ആണ് വരിക കേട്ടോ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ? വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? ഇതിനും ഫസ്റ്റത്തേന് ട്രയാങ്കിൾ വരയ്ക്കാൻ 3 ആണ്. ഈ ഒരു ഷേപ്പിനോ അതിനും 3 മതി. അപ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീ ദ ഫിഗേഴ്സ് നമിത് മെയ്ഡ് യൂസിങ് ദീസ് ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വരച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഡോട്ട്സിൽ തന്നെ വരച്ചു കൊടുക്കാം. See the figures Namit made using this shape. Write the number of each shape is used in the picture within that shape below the picture. അപ്പോൾ ആദ്യത്തത് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പിന്നെ അപ്പോൾ ഡ്രോ ദ പിക്ചർ യൂസിങ് ദീസ് ഷേപ്പ്. ഓരോന്നിലും എത്ര റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റെക്റ്റാങ്കിൾ എത്ര വട്ടമാണ് ഫസ്റ്റത്തെ ഷേപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ഒരൊറ്റ വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ട്രയാങ്കിൾ 1 2 3 4 5 വട്ടം, സർക്കിള് 1 വട്ടം കേട്ടോ. സെക്കൻഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ 3 വട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രയാങ്കിൾ 1 2 3 4 വട്ടാണ്. സർക്കിള് 1 വട്ടാണ് യൂസ് 2 വട്ടം കേട്ടോ. സർക്കിൾ 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തേർഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ 1 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ട്രയാങ്കിൾ 2 വട്ടം, സർക്കിൾ 3 വട്ടം. ഇനി അടുത്ത ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ 4 വട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സർക്കിൾ 1 വട്ടം. അടുത്ത ഫിഗർ നോക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ 1 വട്ടം, ട്രയാങ്കിൾ 4 വട്ടം. അടുത്ത ഫിഗറിൽ ട്രയാങ്കിൾ 4 വട്ടം, നമ്മുടെ സ്ക്വയർ 1 വട്ടമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡ്രോ എ പിക്ചർ യൂസിങ് ദി ഷേപ്പ്. ഈ 3 എണ്ണം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സീ ഹൗ നമിത് ഈസ് എക്സസൈസിങ്. ഡ്രോ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. അപ്പോൾ ഓരോ പിക്ചറിൻ്റെ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അടുത്തതിൻ്റെയും വരച്ചു കൊടുക്കുക. അടുത്തത് റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. കണ്ടോ? ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ? അപ്പം നിങ്ങളോട് ഇതിൻ്റെ നെക്സ്റ്റ് പിക്ചർ, ആദ്യം ഒരു ട്രയാങ്കിൾ വന്നു, പിന്നെ 2 ട്രയാങ്കിൾ വന്നു, പിന്നെ 3 ട്രയാങ്കിൾ വന്നു. ഒബ്വിയസ്ലി അടുത്തത് എത്രയായിരിക്കും? 4 ട്രയാങ്കിളാണ് വരിക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ ഒരു സർക്കിൾ മേലെ, ട്രയാങ്കിൾ അടിയിൽ. സെക്കൻഡ് വന്നപ്പോൾ ആ സർക്കിൾ റൈറ്റ് സൈഡിലായി, ട്രയാങ്കിൾ ഇപ്പുറത്തേക്ക് മാറി. അടുത്തത് നമ്മുടെ സർക്കിൾ അടിയിൽ റൈറ്റ് സൈഡിലായി. അടുത്തത് നമ്മുടെ സർക്കിൾ അടിയിൽ ലെഫ്റ്റ് സൈഡിലാണ് വരിക കേട്ടോ. ഇനി അടുത്ത ഫിഗർ ഒന്ന് നോക്കിയേ. സർക്കിള്, ട്രയാങ്കിള്, സർക്കിള്, റെക്റ്റാങ്കിള്. അടുത്തതായപ്പോൾ ആ റെക്റ്റാങ്കിളായി നമ്മുടെ ഫസ്റ്റ്, അടുത്തതായപ്പോൾ നമ്മുടെ സർക്കിളായി ഫസ്റ്റ്. അപ്പോൾ അടുത്ത ഫിഗറിൽ ഏതാണ് വരിക? നമ്മുടെ ട്രയാങ്കിള് ഫസ്റ്റ് വരും കേട്ടോ. ട്രയാങ്കിൾ കഴിഞ്ഞിട്ടുള്ള സർക്കിള്, പിന്നെ റെക്റ്റാങ്കിള്, പിന്നെ ഡാർക്ക് സർക്കിള്, അങ്ങനെയാണ് വരിക. അടുത്തത് ട്രയാങ്കിൾ ഇങ്ങനെ മേലേക്കാണ്. അടുത്തത് ട്രയാങ്കിൾ റൈറ്റിക്ക്, അടുത്തത് ട്രയാങ്കിൾ അടിക്ക്, അടുത്ത ട്രയാങ്കിൾ എങ്ങോട്ടാണ് വരിക? ലെഫ്റ്റിക്ക്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട്. അടുത്തത് വെൻ ഐസ്ക്രീം ഹൈഡ്. One day, Daddy made for us a bowl of ice cream, sweet and white. He left the kitchen just for a while, and ice cream thought, now is my time. Slowly, softly, down it slid. Jumped in a box to hide, saw a cup and climbed inside. Then found a bowl and took a dive. No matter where it chose to stay, it changed its shape in every way. Oh, what a tricky little treat, always melting, quick and neat.
അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൗണ്ട് അപ് ടു 15 ആണ്. ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടുഡേ. നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ പറയണത്. നല്ല രീതിക്ക് കൗണ്ട് ചെയ്യാൻ പഠിക്കുക, എല്ലാ ഷേപ്പും കാണുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. മെയിനായിട്ട് ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോ ഷേപ്പും വെച്ചിട്ട് ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോ ഷേപ്പും എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പഠിക്കുക. പിന്നെ മറ്റേ ഡോട്ടഡ് ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയും. പിന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ക്ലാസ് 2 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ.